ഇവിടെ അരിയൊക്കെ കിട്ടും അരി சமைச்சு தரையா எனக்கு பெங்களூர்லயே சமைச்சு தர மாட்டேன் இங்க வந்து சமைச்சு தரையா ഒരു ടീ കൂടെ പോട്ട് തരില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കുറെ സാധനങ്ങൾക്ക് ഒക്കെ ഭയങ്കര വില കുറവാണ്. ഓ ബ്ലാക്ക് ലേബിള് 165. നമ്മളപ്പോൾ അങ്ങനെ രാത്രി ചുമ്മാ ഒന്ന് ഇറങ്ങി നടന്ന് ഡിന്നറും കഴിക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നത്. അപ്പോൾ സൂപ്പർ മാർക്കറ്റ്, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നിരിക്കണം. ബ്രാവോ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റാണ്, തൊട്ടടുത്ത് തന്നെ ഗിയുടെ തൊട്ടടുത്ത്. ഓക്കെ சொல்லு. இந்த பிராவோ வந்து லைக் நம்ம ஊர் டிமார்ட், லுலு, ஹைப்பர் மார்க்கெட் மாதிரி ரொம்ப சீப்பாக திங்ஸ் கிடைக்கும் நினைக்கிறேன். நாங்கள் தண்ணி கூட நாங்கள் வெளியில் வாங்கல, ஏன்னா அங்கே நிறைய ஏமாற்றுவாங்கன்னு வ்ளாக்ஸ் பார்க்கணும். ஸோ ஒரு பெரிய கேனா தண்ணி വാങ്ങിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ ரொம்ப കമ്മിയാണ്. ഇതുണ്ടോ, ഇതിനകത്ത് ഒരുപാട് ATM ഉണ്ട്, കുറേ ബാങ്ക്സിൻ്റെ ATM ഇതിനകത്തുണ്ട്. ഇതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് ഗൈസ്. അപ്പോൾ ഇതിനകത്ത് തന്നെ ബ്രാവോ, സൂപ്പർ ബ്രാവോ എന്നാണ് പേര്. നമ്മൾ സൂപ്പർ മാരിയോ എന്നൊക്കെ പറയുന്ന പോലത്തെ സൂപ്പർ ബ്രാവോ, നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നേ, ഇവിടെ ചില കടകളിലൊക്കെ നമ്മൾ വെള്ളം ബോട്ടിൽ മേടിക്കുകയാണെങ്കിൽ അവർ ഈ MRP അതിൽ കൊടുത്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ചീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കറക്റ്റ് പ്രൈസ് തന്നെ മേടിക്കേണ്ടി വരും. നമ്മളിപ്പോൾ അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വന്നിരിക്കുന്നത്, ബ്രാവോ. നമ്മൾ രാവിലെ ഇവിടുന്ന് ഒരു ക്യാൻ വെള്ളം മേടിച്ചായിരുന്നു. ഫ്രൂട്ട്സ് 3.29. 3.29 നമ്മളവിടുത്തെ ഒരു പഴം പിന്നെ സ്ട്രോബെറി ഒക്കെ 3.29. നമ്മളവിടുത്തെ ഒരു 150 റുപ്പീസൊക്കെ. ഇത് പ്ലം ആണ് തോന്നുന്നു. ഇത് പ്ലം തന്നെ, ഇത് പ്ലം ആണ്. പ്ലം 279, അപ്പോൾ ഒരു 100 റുപ്പീസ്. നമ്മുടെ ഒരു 1 month എന്ന് പറയുമ്പോൾ നമ്മുടെ 50 റുപ്പീസാണ്. അപ്പോൾ ആ ഒരു ഇതിൽ കൂട്ടിയാൽ മതി. 2 months എന്ന് പറയുമ്പോൾ നമ്മുടെ 100 റുപ്പീസ്, 180 ഒക്കെ വരും. കുക്കുംബറില്ല, കുക്കുംബറൊക്കെ 49, അതായത് 25 രൂപ, 25 റുപ്പീസ് പെർ കിലോ ആയിരിക്കണം. ഇത് കണ്ടോ, തക്കാളിയൊക്കെ ഭയങ്കര ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് പറിച്ച് അതേപോലെ കൊണ്ടുവന്നേക്കുക തക്കാളിയൊക്കെ. അതിൽ നിന്ന് എടുത്തിട്ട് പോലും ഇല്ല, ഭയങ്കര ഫ്രഷാണ്. കഴിച്ചു നോക്കുമ്പോൾ അറിയാം ഫ്രഷ്നെസ് ആണോ ഇല്ലയാണ്. സ്ട്രോബെറി പെട്ടിക്ക് നമ്മുടെ 200 ഇല്ല 150, 100 റുപ്പീസ്. 100 റുപ്പീസാണ്, ഓൾമോസ്റ്റ് 100 റുപ്പീസ്, 90 റുപ്പീസൊക്കെ വരും തോന്നുന്നു സ്ട്രോബെറിക്ക്. അത് കൊള്ളാം കേട്ടോ, സ്ട്രോബെറിക്ക് കൂടെ വില കുറവാണെന്ന് തോന്നുന്നു. നമ്മുടെ അവിടെ ഒരു ബോക്സ് 50 സ്ട്രോബെറിയാ, ചാൻസേ ഇല്ല. സ്ട്രോബെറിക്ക് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ നമ്മളിവിടെ. മഷ്റൂം കണ്ടോ, 3.39. മഷ്റൂം മുറിച്ചതുണ്ട് 3.69, 2.69. മഷ്റൂം ഇതെന്താ വേറെ ടൈപ്പ് മഷ്റൂംസ് ആണെന്ന് തോന്നുന്നു. ഇതിൽ ചെറി ടൊമാറ്റോസ് 3.99. ലൈം, വലിയ ലൈം 11. ലൈം കുറച്ച് വില കൂടുതലാണെന്ന് തോന്നുന്നു കേട്ടോ. ലൈം എല്ലാവരും മേടിച്ചോണ്ട് പോകുന്നത്, എല്ലാം കാലിയാണ് ഇവിടെ. തേങ്ങയ്ക്ക് 2.39. 2.39 എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ 100, ഓൾമോസ്റ്റ് 150 റുപ്പീസ്. ഏതാണ് നമ്മുടെ നാട്ടിൽ അതേപോലെ തോന്നുന്നു. ഇത് കണ്ടോ മുളകിൻ്റെ ഒക്കെ സൈസ് കണ്ടോ. നമ്മൾ ബജ്ജി മുളകിട്ട്, പക്ഷെ കുറച്ച് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ മിൽമ പോലത്തെ പാല്. ശ്വേത നമ്മുടെ നാട്ടിൽ ഷോപ്പിങ്ങിന് വന്നേക്കുന്ന പോലെ കവറിനകത്തൊക്കെ മേടിച്ചിട്ട് ഇപ്പം വീട്ടിൽ പോകുന്ന പോലെയാണ്. ഒരാഴ്ച ഉള്ളു നമ്മളിവിടെ. നമ്മുടെ നാട്ടിൽ വന്ന പോലെ ഫുള്ള് ഷോപ്പിംഗ് ആണ്. ആകെ ഒരാഴ്ച ഉള്ളു ഇവിടെ. അതോ ആലോചിച്ച് വേണം. സ്ട്രോബെറി മേടിക്കാൻ വന്നത്. സ്ട്രോബെറി കുറച്ച് ഫ്രഷാന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് റാസ്ബെറി വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു, പക്ഷെ റാസ്ബെറി ഇതുവരെ കിട്ടിയില്ലല്ലോ. ബനാന പക്ഷെ വലിയൊരു ഇതാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ളതാ. വലിയൊരു സൂപ്പർ മാർക്കറ്റ്. നട്ട്സ് എല്ലാം நல்லா இருக்கும்னு நினைக்கிறேன்ல. உங்களோட நட்ஸ் பார்த்திருக்கியா വീഡിയോസ്? ഓ പക്ഷെ ഉള്ളിയൊക്കെ നമ്മുടെ അവിടുത്തെ തന്നെ നല്ലത്. ഉള്ളിയൊക്കെ അത്ര ഇതില്ല കണ്ടോ,
അത്ര ഒരു സുഖമില്ല കാണാൻ. പൊട്ടറ്റോ കണ്ടോ, പാൽ ഐറ്റംസ് കുറച്ച് എക്സ്പെൻസീവാണ്. 11 എന്ന് പറയുമ്പോഴത്തേക്ക് 500 600 റുപ്പീസ്. ചീസ് ഭയങ്കര ചീസ് അല്ല, പനീർ പോലത്തെ സംഭവമുണ്ട്, ചീസുണ്ട്, ചീസ് അവിടെ ഉണ്ട്, പനീറുണ്ട് ഇവിടെ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രീം. ഓ ഇത് ക്രീമാണ്, മിൽക്ക് ക്രീം, സോർ ക്രീം. ഓ ഇതൊക്കെ മറ്റേ കബാബിലൊക്കെ ഇടുന്നത് ഇവർ ഇതൊക്കെയാണല്ലോ. ഹോട്ട് ഡോഗ്സ്. ആ സൈഡൊക്കെ ഫുള്ള് ഫിഷ് ഐറ്റംസ് ആണ് കേട്ടോ. അവിടെയൊക്കെ ഫിഷാണ്, അതിൻ്റെ അപ്പുറത്ത് മീറ്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോസേജസ് 4, 3 മുതൽ 7 ഉണ്ട്. ഇത് ഫുള്ള് സോസേജസ് ആണ്. ഓ എനിക്ക് തോന്നുന്നു അധികം എക്സ്പെൻസീവ് അല്ലാത്തത് മുതൽ നല്ല എക്സ്പെൻസീവ് വരെ ഉണ്ട്. 500 രൂപയ്ക്കൊക്കെ ഉള്ള ഇതുണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ 3-4 രൂപയ്ക്കുള്ളതും ഉണ്ട്. ഇവിടെ ഫ്രഷ് മീൻ. അയ്യോ, ഫ്രഷ് മീനിനെ പിടിച്ചിട്ടിരിക്കുന്നത്. അയ്യോ ഒന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇതിനെ പിടിച്ച് കൊന്നു തരുമായിരിക്കും. നല്ല ചൂര പോലത്തെ ചൂര കഷ്ണം. നല്ല ഫ്രഷ് മീൻ അവർ ഐസിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ മീറ്റാണ് കേട്ടോ. ഓ ഇത് ഉണക്ക മീൻ, ഡ്രൈഡ് ഫിഷിൻ്റെ ഒരു കമ്പനീയ ശേഖരമുണ്ട് ഗൈസ്. ഓ ഇവിടെ മീനിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. 25 മന്നത്തൊക്കെ. ആ ശ്വേതയുടെ ഫേവറേറ്റ് സ്ഥലം എത്തിയിട്ടുണ്ട്. ചോക്ലേറ്റ്സിൻ്റെ പ്ലേസസ്, ചോക്ലേറ്റിൻ്റെ സ്പോട്ട് എത്തി ശ്വേതയുടെ. ഓ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ള സ്നിക്കേഴ്സൊക്കെ തന്നെ. സ്നിക്കേഴ്സ്, ഫെറാറോ റോഷർ, റഫേലോ, ബൗണ്ടി പോലത്തെ സാധനം ഇങ്ങനെ ഉണ്ടോ. ഇവിടെ ലൂസ് ചോക്ലേറ്റ്സ്. ഓ ഇവിടെ എല്ലാം ലൂസ് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഓക്കെ ഇതുണ്ടോ, ഇത് ഫുള്ള് മിഠായി. ഓറഞ്ച് ഫ്ലേവറിലുള്ള അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പം പണ്ടൊക്കെ ഞാൻ ഭയങ്കര ഇതായിട്ട് കഴിക്കുമായിരുന്നു ഓറഞ്ച് ഫ്ലേവറുള്ള മുട്ടായൊക്കെ. ഗൾഫിൽ നിന്നൊക്കെ ആരെങ്കിലും വരുന്ന സമയത്ത് വാങ്ങിച്ച് കഴിക്കുമായിരുന്നു. എന്താണ് ഉദ്ദേശം? കുറേ നേരമല്ല കറങ്ങുന്നത്. ആകെ മേടിച്ചത് സ്ട്രോബെറിയും പഴവും. ഞാൻ വിചാരിച്ചേ ചെറിയതായിട്ടപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ ബാംഗ്ലൂരൊക്കെ മേടിക്കുന്ന പോലെ ഈ പച്ചക്കറി, അതേപോലെ മുളക്, മസാല ഇതൊക്കെ മേടിക്കുന്നത്. ഇവിടെ അരിയൊക്കെ കിട്ടും. അരി சமைச்சு தரையா எனக்கு பெங்களூர்லயே சமைச்சு தர மாட்டேன். இங்க வந்து சமைச்சு தரையா? ஒரு டீ கூட போட்டு தரல. ഓ ടീയും കൂടെ പോടാത്ത എൻ്റെ ഇതേ ഉള്ളൂ. പിന്നെ ഞാൻ അസർബൈജാനിൽ ട്രിപ്പിന് വന്നിട്ട് ടീ ഇട്ട് കൊടുക്കാനില്ലേ? ഇല്ല അത് അങ്ങനെയില്ല. നാട്ടിലെ ഹിമാലയ റോക്ക് സോൾട്ട് ഇല്ലേ, അത് ഇവിടെ ഉണ്ട് കേട്ടോ. ഹിമാലയ എനിക്കൊന്ന് അവിടെ നിന്ന് വരുന്നതായിരിക്കും. സിഫായി ഹിമാലയ റോക്ക് സോൾട്ട് ഉള്ള കേട്ടോ. നമ്മുടെ നാട്ടിലെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മുടെ യൂട്ടിലിറ്റീസ്, ടോയ്ലറ്ററീസ് ഒക്കെ, ടിഷ്യൂ പേപ്പർ, പിന്നെ ഡിറ്റർജൻറ്റ്, പിന്നെ സോപ്പ്, അങ്ങനത്തെ പരിപാടികൾ. ഓ ഏരിയൽ നമ്മുടെ അവിടെയൊക്കെയുള്ള ഏരിയലിൻ്റെയൊക്കെ അതേപോലത്തെ വേറെ സാധനം പേഴ്സിൽ എനിക്ക് അതേ ബോട്ടിൽ ഉണ്ടല്ലേ, അതേ സെയിം ബോട്ടിൽ പോലെ ഉണ്ട് ഏരിയലിൻ്റെയൊക്കെ. ലൈസോളിൻ്റെ ഡ്യൂപ്പ് ഇവിടുത്തെ വെർഷൻ. ഇവിടുത്തെ പ്രോട്ടീൻ ബാർസ് നമ്മൾ ഓർഡർ എടുത്തു. ഈ സാധനം ഫിറ്റ്നസ് സ്ട്രോബെറിയുടെ ഫ്ലേവറുള്ള സാധനം നമ്മൾ ഓർഡർ എടുത്തു. ഓ ഇതുണ്ട് ടീ, ഷുഗറാ? ഓ ഷുഗർ ക്യൂബ്സ്. ഇതുണ്ട് നാട്ടുചക്കര. ബ്രൗൺ ഷുഗറും ഉണ്ട് ഇവിടെ എനിക്ക് അറിയാൻ സാധിച്ചത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ആവറേജ് ഇൻകം എന്ന് പറയുന്നത് ഒരു വലിയ ഇൻകം 30,000 അതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറേ സാധനങ്ങൾക്ക് ഒക്കെ ഭയങ്കര വില കുറവാണ്. പറഞ്ഞ പോലെ ഫുഡിനൊക്കെ എനിക്ക് ഭയങ്കര എക്സ്പെൻസീവായിട്ട് തോന്നിയില്ല. ഒരു ആവറേജ് ഒക്കെ തന്നെയാണ് തോന്നിയത്. നമ്മൾ ഇന്ന് കഴിച്ച ഫുഡൊന്നും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളതല്ല. പക്ഷെ അത് നമ്മൾ ഇവിടുത്തെ ഒരു ഒത്തൻറ്റിക് ഫുഡ് അല്ലെങ്കിൽ ഒരു ഹൈഫൈ റെസ്റ്റോറൻറ്റ്സിലൊന്നും കയറി നമ്മൾ കഴിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അറിയാം അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി 2 സ്ഥലത്തുനിന്ന് നോക്കിയാൽ മാത്രമല്ലേ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് കഴിച്ച നമ്മൾ കഴിച്ചത് അധികം എക്സ്പെൻസീവ് അല്ലാത്ത ഒരു അഫോർഡബിൾ പ്രൈസിന് കഴിച്ച എല്ലാ ഫുഡും നല്ലതായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല ഫുഡായിരുന്നു എനിക്ക് കിട്ടിയത് ഇവിടുന്ന്. മിൽമയുടെ ഇവിടുത്തെ വർഷം മില്ല
നമ്മൾ രണ്ടെണ്ണം എടുത്തു. 2 യോഗട്ട് എടുത്തു. തുടങ്ങി നിർത്തണില്ല, ഷോപ്പിംഗ് നിർത്തണില്ല. ചേട്ടാ കയ്യിലാണെങ്കിൽ കുറച്ചേ ഉള്ളു. എനിക്ക് രാവിലെയാണ് വിശക്കുന്നത്. രാത്രി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചു, അതുകൊണ്ട് പിന്നെ വൈകി വിശപ്പൊന്നും ഇപ്പം ഇല്ല. സ്ലിപ്പേഴ്സൊക്കെ 18 മന്നത്ത്. സോക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ. പില്ലോ ഒക്കെ 3 മന്നത്തേ ഉള്ളൂ. മദ്യം ജോണി വാക്കർ ഡബിൾ ബ്ലാക്ക് ബ്ലാക്ക് ലേബിള് 165 എന്ന് പറയുമ്പോഴത്തേക്കും എത്ര? 1 ലിറ്റർ ജോണി വാക്കർ 8000. എല്ലാം കൂടെ മേടിച്ചപ്പോഴത്തേക്കും 8.14 എന്ന് പറയുമ്പോഴത്തേക്കും 400 സംതിങ്. 3 ബനാന 100 രൂപയെ. സോറി, എല്ലാം കൂടെ ചേർത്ത് 400 രൂപ നമ്മൾ ഇത്രയും മേടിച്ചപ്പോഴത്തേക്കും. കുഴപ്പമില്ല. അപ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2 ദിവസത്തേക്കുള്ള ഫുഡ് നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു. ഇനിയില്ല, ഇനി ഈ പരിസരത്തോട്ടില്ല. ആക്ച്വലി 3 ബനാന, ഐ തിങ്ക് റോബസ്റ്റ 100 രൂപ. 3 ബനാന, ജസ്റ്റ് 3 പീസ് ഓഫ് ബനാന. അത് மட்டும் பார்த்து വാങ്ങിച്ചു. പഴം ഇവിടെ വരുമ്പോൾ മേടിക്കുമ്പോഴത്തേക്കും കുറച്ച് നോക്കി വാങ്ങിക്കുക. ബാക്കിയെല്ലാ ഫ്രൂട്ട്സും കുഴപ്പമില്ല കേട്ടോ. സ്ട്രോബെറി ഒക്കെ എനിക്ക് അത്യാവശ്യം ഇത് അഫോർഡബിൾ ആയിട്ട് തോന്നി. അപ്പോൾ ഈ അസർബൈജാൻ സൂപ്പർ മാർക്കറ്റ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള വീഡിയോകളൊക്കെ കാണുക, നല്ലതായിരിക്കും. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.